രമേശേട്ടനെ വിളിക്കട്ടെ, പിണക്കമായിരിക്കും. ഹലോ ഹലോ രമേശേട്ടാ. രമേശേട്ടാ പിണങ്ങല്ലേ രമേശേട്ടാ? ഞാൻ പിണങ്ങും. ഷാപ്പിലെ പൂച്ച നിൽക്കണ എത്ര മണിക്കൂർ ഷാപ്പ് ബീവറേജിന്റെ ഫ്രണ്ടിൽ നിന്ന് നിനക്കറിയാവോ? രമേശേട്ടാ ഇന്ന് 1-ാം തീയതി ആണെന്നുള്ള കാര്യം ഞാനങ്ങ് വിട്ടുപോയി രമേശേട്ടാ. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറയത്തില്ലായിരുന്നു ഇന്ന് എനിക്ക് വരാൻ പറ്റില്ലാന്ന്. ഞാൻ പണി കളഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് അറിയാമോ? നിന്നെ കാണാൻ വേണ്ടി മാത്രം അത്രയ്ക്ക് സ്നേഹം എനിക്ക് നിന്നോട്. രമേശേട്ടാ സോറി പിണങ്ങല്ലേ രമേശേട്ടാ? രമേശേട്ടൻ ഇപ്പൊ എന്താ വേണ്ടേ? എനിക്ക് നിന്നെ കാണണം. കാണണോ? എനിക്ക് കണ്ടില്ല, എനിക്ക് ഉറക്കം വരില്ല, അതുകൊണ്ടാ. കാണാനിപ്പോ എന്താ ചെയ്യുന്നേ? ഞാൻ ഇപ്പൊ വരും. അയ്യോ അതിന് രമേശേട്ടന് വഴി അറിയാവോ? നീ വഴി പറഞ്ഞാട്ടെ. വഴി ടാറിട്ട റോഡാണ്, റോഡിനരികാണ്, വീടിനടയാളം കോഴിക്കോട്. പച്ചമീൻ ചാറുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നാലെങ്ങനെ ഉണ്ടാകും? രമേശേട്ടൻ ഞാൻ പാട്ടൊന്നും പാടിയതല്ല. വീടിന് അടയാളം ഇവിടെ ഒരു ഫ്രണ്ടിൽ ഒരു കോഴിക്കോടുണ്ട്. കോഴിക്കോട് നോക്കി ഇങ്ങനെ വന്നാ മതി. വീടിന്റെ ഫ്രണ്ടില് കോഴിക്കോടുണ്ട്. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ. വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. എന്റെ പരാതിയല്ല, എനിക്ക് തന്നെ കാണും. ഞാൻ വന്നിരിക്കും. അപ്പൊ കോഴിക്കോട് കേട്ടോ. കോഴിക്കോട് 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 കോഴിക്കോടല്ല കോഴിക്കോട്. ഫോൺ വിളിച്ചപ്പോ കോഴിക്കോട് പറഞ്ഞു കൊടുത്ത അല്ലല്ല എനിക്ക് മനസ്സിലായി. കോഴിക്കോട് അപ്പൊ കള്ളം കപ്പലിൽ തന്നെ. എടി ഇവിടെ ആകപ്പാട് 3 കോഴിയുടനെ അതിനെ കൂടെ മോഷിച്ചോണ്ട് വന്നേ കള്ളന്മാർക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കണം അല്ലേ? കോഴിക്കോട് നീ അടയാളം പറഞ്ഞു കൊടുത്തില്ലേ? അയ്യോ അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ചു അച്ഛാ. ഇല്ല അച്ഛൻ ഞാൻ ഒരിക്കലും കോഴിക്കോട് ആർക്കും പറഞ്ഞു കൊടുത്തതല്ല അച്ഛാ. കോഴിക്കോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കള്ളനെ വിളിച്ചതാണ്. സത്യം എനിക്കറിയാം. ഞാൻ കള്ളനെ വിളിച്ചതല്ല. നീ കള്ളനെ വിളിച്ചതാണ്. ഞാൻ കള്ളനെ വിളിച്ചതല്ല. ആരെയാണ് വിളിച്ചത്?